കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18ഇടത്തും വിജയിച്ച് വെന്നിക്കുഴി പാറിച്ചത് UDF ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരംഗത്തിൻ്റെ പുറത്താണ് UDF വിജയിച്ചതെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായി തന്നെയാണ് 20ൽ 18ഇടത്തും UDF വിജയിച്ചത്. മിച്ചം വന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ BJPയും ആലത്തൂരിൽ LDFും വിജയിക്കുന്നു. എന്നാൽ തൃശ്ശൂരിലെ വിജയം BJPയെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ UDFിനെയും ഇടതുപക്ഷത്തിനെയും സംബന്ധിച്ച് അത് വലിയ സങ്കടകരമായ ഒന്നും. BJPക്ക് സന്തോഷത്തിൻ്റെ ആഴം കൂട്ടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരിത്രത്തിലാദ്യമായി BJP കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റൊന്ന് കെ മുരളീധരനെ പോലെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ പരാജയപ്പെടുത്തുന്നു. സുനിൽകുമാറിനെ പോലെ തൃശ്ശൂരിൽ കൃത്യമായ ജനസ്വീകാര്യതയുള്ളൊരു നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇതിൻ്റെ മറ്റൊരു തലമാണ് UDF പാളയങ്ങളിലുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രബലനായ, ഏറ്റവും ശക്തനായ, കേരളത്തിലെ ഏത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാതെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് UDFിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സങ്കടം. താൻ പരാജയപ്പെട്ടു പോകില്ല എന്ന് പലവരും പറഞ്ഞ കെ മുരളീധരന് താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിൽ വലിയ സങ്കടമുണ്ടായി. ആ സങ്കടത്തിൻ്റെ പ്രധാന കാരണമായി കെ മുരളീധരൻ പറയുന്നത് താൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളതല്ല, മറിച്ച് BJP താൻ മത്സരിച്ച മണ്ഡലത്തിൽ അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിലെ വോട്ട് സമവാക്യങ്ങളെല്ലാം UDF കരുതിയതുപോലെ ആയിരുന്നില്ല. അവരെല്ലാം സുരേഷ് ഗോപി എന്ന വ്യക്തിക്കും വ്യക്തിപ്രഭയ്ക്കും കൂടുതൽ വോട്ട് നൽകി കെ മുരളീധരനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. കെ മുരളീധരൻ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയുമൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടി കൃത്യമായ രീതിയിൽ തൻ്റെ മണ്ഡലത്തെ ഗൗനിച്ചില്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രിയും എത്തിയപ്പോൾ തനിക്ക് വേണ്ടി ആരും തന്നെ എത്തിയില്ല. തന്നെ പ്രാദേശിക തലത്തിൽ പരാജയപ്പെടുത്തുവാൻ പല നേതാക്കന്മാരും എത്തി. അതിൽ TN പ്രതാപനെ പറയാതെ പറയുകയും ചെയ്തു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കെ മുരളീധരൻ പറഞ്ഞത് താഴെ തട്ടിലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ദൗർലഭ്യതയാണ്. സംഘടന കൃത്യമായ രീതിയിൽ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നില്ല എന്നും ആ പ്രവർത്തനരഹിതമായ കാരണങ്ങൾ കൊണ്ടാണ് താൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് എന്ന് മുരളീധരൻ പറയുമ്പോൾ മുരളീധരനെ അക്ഷരപ്രതി അങ്ങ് അംഗീകരിക്കുന്നുമില്ല KPCC. കെ മുരളീധരൻ പരാജയപ്പെട്ടു. അതിന് പകരമായി വേണമെങ്കിൽ തൻ്റെ അധികാര കസേരയായ KPCC അധ്യക്ഷ സ്ഥാനം തരാമെന്ന് കെ സുധാകരൻ പറയുമ്പോഴും തൃശ്ശൂരിലെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്ന് കെ മുരളീധരനാണെന്നും പാർട്ടിക്കുള്ളിൽ പറയുന്നുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ മുരളീധരനും പങ്കുണ്ടെന്ന നിഗമനത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നിലയുറച്ച് നിൽക്കുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുരളീധരൻ്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുരളീധരനെ കാലുവാരി തോൽപ്പിച്ചതല്ല എന്ന വിലയിരുത്തലിലാണ് KPCC നേതൃത്വമുള്ളത്. തോൽവിയിൽ സ്ഥാനാർത്ഥിക്കും പങ്കുണ്ടെന്നും മുരളീധരന് വീഴ്ച പറ്റിയതാണെന്നും ഉള്ള നിഗമനത്തിൽ കോൺഗ്രസ് നേതൃത്വം അടിയുറച്ചു നിൽക്കുന്നു. ഈ വിഷയത്തെ തുടർന്ന് കെ മുരളീധരൻ പരാതികൾ ഉന്നയിച്ചില്ലെങ്കിലും തോൽവിയിലേക്ക് നയിച്ചത് സംഘടനാ പ്രശ്നങ്ങളോ കുതികാൽ വെട്ടലോ അല്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. തൃശ്ശൂർ കോൺഗ്രസിൽ സംഘടനാ പ്രശ്നങ്ങൾ പലതുണ്ട്. അത് നേതൃത്വം അംഗീകരിക്കുന്നുമുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അത് അത്രമേൽ നിഴലിച്ചിട്ടുണ്ടോ എന്ന് നേതൃത്വം പരിശോധിക്കുമെന്നും പറയുന്നു. അതേസമയം സ്ഥാനാർത്ഥിയായിരുന്നിട്ടും കെ മുരളീധരൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഒപ്പം സാമുദായിക സമവാക്യങ്ങളും ന്യൂനപക്ഷ വോട്ടുകളിലുള്ള വിള്ളലും മുരളീധരന് തിരിച്ചടിയായി. ഈ അടിയൊഴുക്കുകൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമാകും തുടർ നടപടികളെന്നാണ് നേതൃത്വം പറയുന്നത്. തൽക്കാലത്തേക്ക് തൃശ്ശൂർ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കന്മാർക്കെതിരെ ഏകപക്ഷീയ നടപടി വേണ്ട എന്നാണ് KPCCയുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ പാർട്ടി നിലപാടറിയിച്ചു. കെ മുരളീധരൻ പരാജയവും ഏറ്റുവാങ്ങി. ഇനി എന്തായിരിക്കും മുരളീധരൻ്റെ അടുത്ത ചുവട് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.